ക്ഷീണം തോന്നുന്നുണ്ടോ? വയറിനകത്ത് എന്തൊക്കെയോ തോന്നുന്നു. സമയം ഉച്ച പോലും ആയിട്ടില്ല. കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ തന്നെ എന്ത് പ്രയാസമാണല്ലേ? ശരിയാ അൻവറിക്ക, മുമ്പ് ഞാൻ എത്ര തവണ ഭക്ഷണം വെറുതെ കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ ആലോചിച്ചു. എന്ന് മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത എത്ര ആളുകളുണ്ടെന്നോ ഈ ലോകത്ത്. ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കാണും, നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ട. ആണോ? അതേന്നെ, നമ്മുടെ കൂടെ ഇടയ്ക്ക് കളിക്കാൻ വരുന്ന റഫീഖില്ലേ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, അവന്റെ വീട്ടിൽ നല്ല കഷ്ടപ്പാടാന്നാ ഫിറോസ് പറഞ്ഞത്. ഡാ വരയാ, നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണമൊന്നും വേണ്ടേ? ആ പാത്രത്തിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. രാവിലെ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണല്ലോ. വരയാ, നിങ്ങൾ എന്താ ഒന്നും കഴിക്കാത്ത? ചിലപ്പോൾ അവർക്കും നോമ്പായിരിക്കും. നമ്മുടെ കൂടെ അത്താഴം കഴിക്കാൻ എണീറ്റതല്ലേ. ആണോടാ? ഐഷമോളൂ, വിശക്കുന്നുണ്ടോ? നീ കുഞ്ഞല്ലേ, വേണേൽ നോമ്പ് മുറിക്കാം. വിശക്കുന്നുണ്ടേലും ഞാൻ നോമ്പ് കളയൂല. എനിക്കേ നല്ല പവറുണ്ട്. അബി, ഇന്ന് ഞങ്ങൾ കളിക്കുമ്പോൾ ജാബിർക്ക അൻവർക്കയോട് വഴക്ക് കൂടാൻ വന്നു. ആണോ? എന്നിട്ടോ? ഞാൻ വഴക്കിനൊന്നും നിന്നില്ല അബി. എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞു. വഴക്ക് കൂടാൻ നിന്നാൽ എന്റെ നോമ്പ് മുറിഞ്ഞു പോകില്ലേ? നല്ല മോൻ, മിടുക്കൻ. നോമ്പില്ലാത്തപ്പോഴും നമ്മൾ വഴക്കിന് നിൽക്കരുത് കേട്ടോ. ഇല്ല അബി, എനിക്ക് നല്ല ദേഷ്യം വന്നായിരുന്നു. നോമ്പ് പോകുമെന്ന് പേടിച്ച് ഞാൻ മിണ്ടാഞ്ഞതാ. എനിക്ക് നോമ്പാ, വഴക്ക് കൂടാൻ ഞാനില്ലാന്ന് അൻവർക്ക പറഞ്ഞപ്പോ ജാബിർക്കാക്കും സങ്കടായി. ഇനി ഞാനും വഴക്ക് കൂടില്ലാന്ന് പറഞ്ഞ ജാബിർക്ക പോയത്. ഉപ്പ, ദാ അതാണ് റഫീഖിന്റെ വീട്. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. ഇത് കുറച്ച് അരിയും വീട്ടു സാധനങ്ങളുമാണ്. മക്കളാണ് പറഞ്ഞത് റഫീഖിന്റെ ഉപ്പ വയ്യാതെ കിടക്കുകയാണ് എന്നൊക്കെ. അപ്പോഴൊന്ന് കാണാൻ വന്നതാ. പണി ചെയ്യുന്നതിനിടെ ഒന്ന് വീണതാ. ഇപ്പൊ നടക്കാൻ വയ്യ. നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു ശിഫ നൽകും ഇൻഷാ അല്ലാ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായി പഠിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം.